ആ രാത്രി അവൻ അല്പം പോലും ഉറങ്ങിയതേയില്ല. അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. തുടർന്ന് അടുത്ത പ്രഭാതവും വന്നെത്തി. ഇന്നാണ് ജയകൃഷ്ണന്റെ വിവാഹം. സമയം 10-നും 10:30 മധ്യേ. എന്നാൽ വിവാഹ ആഘോഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെമ്പകശ്ശേരി തറവാടിനെയും തറവാട്ടുകാരെയും ആ ഗ്രാമത്തെയും ഒന്ന് പരിചയപ്പെടാം. ഗ്രാമത്തിന്റെ വിശുദ്ധിയും നിഷ്കളങ്കതയും ഭംഗിയും അതേപടി നിലകൊള്ളുന്ന, എന്നാൽ പുരോഗതിയുടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രദേശം, അതായിരുന്നു കണ്ണോട്ടുകര ഗ്രാമം. ആ ഗ്രാമത്തിൽ തലമുറകളായി സമ്പന്നതയിലും തറവാടിത്തത്തിലും പേരുകേട്ട കുടുംബമായിരുന്നു ചെമ്പകശ്ശേരി തറവാട്. തറവാട് എന്ന് പറയുമ്പോൾ നാലുകെട്ടും വടക്കനിയും അകത്തളവും ഒക്കെയുള്ള ഒരു പഴയ ഇല്ലം ആയിരുന്നില്ല ചെമ്പകശ്ശേരി. മറിച്ച് ഒരാൾ പൊക്കത്തിൽ ചുറ്റോടു ചുറ്റുമതിൽ കെട്ടിപ്പൊക്കിയ 3-3.5 ഏക്കറോളം വരുന്ന പുരയിടത്തിന്റെ ഒത്ത നടുക്കായി ഈ തലമുറയുടെ എല്ലാ പ്രൗഢിയോടും സജ്ജീകരണങ്ങളോടും കൂടി 2 നിലകളിലായി കെട്ടിപ്പൊക്കിയ ഒരു മോഡേൺ ബംഗ്ലാവ്. പലതരം തണൽ വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും പുൽത്തകിടുകളും പൂന്തോട്ടങ്ങളും ഒക്കെയായി അതിലും മനോഹരമായ മുറ്റവും പരിസരവും. കൂടാതെ പ്രധാന റോഡിന്റെ ഗേറ്റിൽ നിന്നും തറവാട് മുറ്റം വരെ ഏതാണ്ട് 200 അടിയോളം ദൂരവുമുണ്ട്. ഇതാണ് ചെമ്പകശ്ശേരി തറവാട്. ഇനി ആ തറവാടിലെ ഇപ്പോഴത്തെ തലമുറക്കാരെ ഓരോരുത്തരെയായി പരിചയപ്പെടാം. നമ്പ്യാർ, ആ തറവാട്ടിലെ ഇപ്പോഴത്തെ തലമുറക്കാരൻ. ഒപ്പം ആ വീടിന്റെ ഗൃഹനാഥൻ കൂടിയാണ് നമ്പ്യാർ. ഏതാണ്ട് 60-നോടടുത്ത് പ്രായമുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ തലയിൽ അങ്ങിങ്ങ് വീണു തുടങ്ങിയ പൊടിനരയും ചെറിയ കഷണ്ടിയും മുഖത്തെ കണ്ണടയുമൊഴിച്ചാൽ അത്ര കണ്ട് പ്രായം പറയുകയില്ല അദ്ദേഹത്തിന്. അത്ര കണ്ട് സ്മാർട്ടും യോഗ്യനുമായ ഒരാളായിരുന്നു അദ്ദേഹം. എന്നാൽ നമ്പ്യാർ എന്ന പേരിനെ പരിപൂർണതയിലെത്തിക്കണമെങ്കിൽ ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് നമ്പ്യാർ എന്ന് തന്നെ പറയണം. കാരണം എല്ലാത്തരം ക്രിമിനൽസുകളുടെയും കൺകണ്ട ദൈവമായിരുന്നു നമ്പ്യാർ. നിരപരാധിയെ അപരാധിയാക്കാനും അപരാധിയെ നിരപരാധിയാക്കാനും നിമിഷങ്ങൾ മാത്രം മതി അദ്ദേഹത്തിന്. അത്ര കണ്ട് സമർത്ഥനായ വക്കീൽ. വക്രബുദ്ധിക്കാരനും കുടിലതന്ത്രശാലിയുമായ നമ്പ്യാരെ സഹപ്രവർത്തകർ വിളിച്ചിരുന്ന ഒരു പേരുണ്ടായിരുന്നു, ശകുനി. താൻ ചെയ്യുന്ന ജോലിയുടെ സമയപരിധി അനുസരിച്ചായിരുന്നു അദ്ദേഹം തന്റെ ശമ്പളം പോലും നിശ്ചയിച്ചിരുന്നത്. ഗ്രാമത്തിനകത്തും പുറത്തും നമ്പ്യാരെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അടുത്തത് അദ്ദേഹത്തിന്റെ ഭാര്യ ഭഗീരഥിയാണ്. നമ്പ്യാരേക്കാൾ ഏതാണ്ട് 5 വയസ്സ് പ്രായം കുറവാണ് ഭഗീരഥിക്ക്. എന്നാൽ ശരീരഭാരവും അതിനൊത്ത ഉയരവും തടിയുമുള്ള അവരെ കണ്ടാൽ തന്നെ നമുക്ക് മുട്ടിടിക്കും. കാരണം ആ മുഖത്തെ അവർ ആരാണെന്നും അവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്താണെന്നുമുള്ളത് ആലേപനം ചെയ്ത് ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം കാണുന്ന ആർക്കും അവരെ കാണുമ്പോൾ ഒരു ഭയവും ബഹുമാനവും തോന്നിപ്പോവുക സ്വാഭാവികമാണ്. 6-7 തലമുറയ്ക്ക് സുഭിക്ഷമായി കഴിയാനുള്ള സമ്പത്തുണ്ടായിട്ടും സമ്പത്തിനോടും മുതലിനോടും ആർത്തിയടങ്ങാത്ത ഒരു സ്ത്രീ, അതായിരുന്നു ഭഗീരഥി. ഇത്രയെല്ലാം ഉണ്ടായിട്ടും അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത സ്വഭാവമായിരുന്നു ആ സ്ത്രീയുടേത്. മാത്രമല്ല, തങ്ങളെക്കാൾ താഴ്ന്നവരെ കാണുമ്പോഴാകട്ടെ അവരെ അറപ്പോടും വെറുപ്പോടും കൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. മറ്റുള്ളവർക്ക് മുന്നിൽ വച്ച് അവരെ അധിക്ഷേപിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുക എന്നത് അവരുടെ മറ്റൊരു ഹോബിയുമായിരുന്നു. അവരുടെ ഈ സ്വഭാവരീതികൾ കൊണ്ട് തന്നെ ആ നാട്ടിലെ ആർക്കും തന്നെ അവരെ ഇഷ്ടമായിരുന്നില്ല. സ്വർണ്ണക്കടയുടെ പരസ്യം പോലെ ശരീരമാസകലം ആഭരണങ്ങളണിഞ്ഞ് വില കൂടിയ സാരിയുടുത്ത് വലിയ തലയെടുപ്പോടെ നടന്നു വരുന്ന അവരെ കാണുമ്പോൾ തന്നെ ആ വീട്ടിലുള്ളവർക്ക് പോലും ഒരുതരം പേടിയായിരുന്നു. ആ നിലയ്ക്ക് പുറത്തുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. വക്രബുദ്ധിയിലും കുടിലതന്ത്രത്തിലും മഹാഭാരത കഥയിലെ മന്ദരയെപ്പോലും തോൽപ്പിക്കുന്ന തന്ത്രശാലി കൂടിയായിരുന്നു അവർ. കോടതി മുറിയിലെ ശകുനി എന്ന് വിളിപ്പേരുള്ള നമ്പ്യാർ പോലും ഭഗീരഥിക്ക് മുന്നിൽ വെറും ഒരു പൂച്ചക്കുട്ടി മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടുഭരണം ഭഗീരഥിയുടെ കയ്യിലായിരുന്നു. ഇനി നമുക്ക് ഇവരുടെ മക്കളെ ഓരോരുത്തരെയായി പരിചയപ്പെടാം. മൂത്ത മകൻ ജയനന്ദൻ. കാണാൻ സുന്ദരൻ, സുമുഖൻ. വയസ്സ് 35. ബികോംകാരനായ ജയനന്ദൻ തറവാട്ടിലെ തന്നെ ബിസിനസ്സുകൾ നോക്കി നടത്തുന്നു.
അമ്മ ഭഗീരഥിയുടെയും അച്ഛൻ നമ്പ്യാരുടെയും സ്വഭാവ ഗുണങ്ങൾ അതേപടി പകർന്നു കിട്ടിയ മകൻ, അതായിരുന്നു ജയനന്ദൻ. ഇവരുടെ മൂന്നാളുടെയും സ്വഭാവ ഗുണങ്ങൾ പകർന്നു കിട്ടിയിട്ടുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നു ചെമ്പകശ്ശേരിയിൽ. അത് മറ്റാരുമായിരുന്നില്ല, ജയനന്ദൻ്റെയും അനുജൻ ജയകൃഷ്ണൻ്റെയും ഒരേയൊരു പെങ്ങൾ വന്ദന. അതായത് നമ്പ്യാരുടെയും ഭഗീരഥിയുടെയും 3 മക്കളിൽ ഒരേയൊരു പെൺതരിയായ വന്ദന. വയസ്സ് 27. അമ്മ ഭഗീരഥിയെ മുറിച്ച മുറിയാണ് വന്ദന. എന്നാൽ തടിയും ഉയരവും ഒരൽപ്പം കുറവാണ്. പ്രീ ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത. ഇപ്പോൾ പഠനം നിർത്തി വീട്ടിലിരുന്ന് അമ്മയ്ക്കൊപ്പം വീട്ടിലെ ആങ്ങളെയും വീട്ടുജോലിക്കും പുറംപണിക്കും എത്തുന്നവരെയും ഭരണം നടത്തിയും അവരുടെ മേൽ കുതിരകറിയും ഇടയ്ക്ക് ഉണ്ടും ഉറങ്ങിയും സമയവും ദിവസവും തള്ളിനീക്കി അങ്ങനെ കൊണ്ടുപോകുന്നു. എന്നാൽ ചെമ്പകശ്ശേരിയിലെ ഇവർ 4 പേരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരാളായിരുന്നു ജയകൃഷ്ണൻ. സ്ത്രീ മനസ്സുകളിൽ പുരുഷ സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള സുമുഖനും സുന്ദരനുമായ ഒരാൾ. വയസ്സ് 31. കോളേജ് അധ്യാപകനാണ്. ജയകൃഷ്ണൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ അച്ഛൻ നമ്പ്യാരുടെയും അമ്മ ഭഗീരഥിയുടെയും ഒരു സ്വഭാവ ഗുണങ്ങളും ലവലേശം പോലും കിട്ടിയിട്ടില്ലാത്ത ജയകൃഷ്ണന് സ്നേഹത്തിനും സൗഹൃദത്തിനുമാണ് മുൻതൂക്കം നൽകിയിരുന്നത്. തനിക്കൊപ്പം പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ ഒരു വേർവ്യത്യാസമില്ലാതെ എല്ലാവരെയും തുല്യരായി കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവൻ. അല്പം മുൻകോപവും പിടിവാശിയും ഉണ്ടെന്നൊഴിച്ചാൽ മറ്റു ദുശ്ശീലങ്ങൾ ഒന്നും തന്നെയില്ല ജയകൃഷ്ണന്. ആർക്ക് എന്താവശ്യം വന്നാലും ആളായി നിന്നും പണം നൽകിയും സഹായിക്കാൻ മുൻനിരയിൽ തന്നെ അവനുണ്ടായിരിക്കും. എന്നാൽ അവൻ്റെ വീട്ടുകാർ മറ്റുള്ളവരോട് കാട്ടുന്ന പ്രവൃത്തികൾ കണ്ട് പലപ്പോഴും മനസ്സ് വിഷമിക്കാറുണ്ട് ജയകൃഷ്ണന്. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ പലപ്പോഴും തൻ്റെ വീട്ടുകാരുമായി വഴക്കും ഉണ്ടാവുക എന്നത് പതിവുമാണ്. മാത്രമല്ല വീട്ടുകാരുടെ ഈ സ്വഭാവ ഗുണങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ ജയകൃഷ്ണനും കഴിയുമായിരുന്നില്ല. അതുകൊണ്ടുതന്നെ അവരുമായി അത്ര കണ്ട് അടുപ്പമായിരുന്നില്ല അവന്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒറ്റപ്പെട്ടതുപോലെയുള്ള ഒരു ജീവിതം. ആദ്യ നാളുകളിൽ ഈ ഒറ്റപ്പെടൽ അവന് വലിയ വിഷമമായിരുന്നു. എങ്കിലും ഇന്ന് അത് മാറി. കാരണം തൻ്റെ വീട്ടുകാരുടെ സ്വഭാവ ഗുണവുമായി ഒരിക്കലും തനിക്ക് യോജിച്ചു പോകാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കിയതുകൊണ്ടായിരുന്നു. അടുത്തത് ജയനന്ദൻ്റെ ഭാര്യയും ചെമ്പകശ്ശേരി തറവാട്ടിലെ മൂത്ത മരുമകളുമായ വാണിയെ ഒന്ന് പരിചയപ്പെടാം. ഭഗീരഥിയുടെ ഇളയ സഹോദരനും കേണലുമായിരുന്ന ജഗന്നാഥൻ്റെയും ഭാര്യ വസുന്ധരയുടെയും ഒരേയൊരു മകളായിരുന്നു വാണി. അപ്പച്ചി ഭഗീരഥിയുടെ ഏകദേശം സ്വഭാവ ഗുണങ്ങൾ പകർന്നു കിട്ടിയ അപ്പച്ചിയുടെ മകൾ തന്നെയായിരുന്നു വാണി. വയസ്സ് 29. കാണാൻ ഒരു മോഡേൺ സുന്ദരിയാണ്. പണത്തിൻ്റെ അഹങ്കാരവും അഹന്തയും വേണ്ടുവോളം അവളിലുമുണ്ടായിരുന്നു. ഡിഗ്രിക്കാരിയായിരുന്നു വാണി. വാണിയും ജയനന്ദനും തമ്മിലുള്ള ഈ വിവാഹം പ്രണയവിവാഹമായിരുന്നില്ല. 2 കുടുംബങ്ങളും തമ്മിൽ പറഞ്ഞുറപ്പിച്ച ബന്ധമായിരുന്നു ഇത്. വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞു. പക്ഷേ ഇതുവരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് വന്ദനയുടെ ഭർത്താവും ചെമ്പകശ്ശേരി തറവാട്ടിലെ നമ്പ്യാരുടെയും ഭഗീരഥിയുടെയും മരുമകനുമായ അശോകനെ ഒന്ന് പരിചയപ്പെടാം. അശോകൻ. വയസ്സ് 32. കാണാൻ സുമുഖനും സുന്ദരനുമാണ്. 12 വർഷമായി അശോകൻ ഗൾഫിലായിരുന്നു. എന്നാൽ ഇപ്പോൾ 1.5 വർഷമായി നാട്ടിലാണ്, അതും ചെമ്പകശ്ശേരിയിൽ. ചെമ്പകശ്ശേരി തറവാടുപോലെ തന്നെ പേരുകേട്ട ഒരു തറവാട്ടുകാർ തന്നെയായിരുന്നു അശോകൻ്റെ കുടുംബവും. അമ്മയും 2 അനുജത്തിമാരും മുത്തശ്ശനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം അതായിരുന്നു അശോകൻ്റേത്. ആ ഗ്രാമത്തിലെ മാതൃകാ അധ്യാപകനുള്ള പുരസ്കാരം പലതവണ സർക്കാരിൽ നിന്നും വാങ്ങിയിട്ടുള്ള കുടുംബമായിരുന്നു അശോകൻ്റേത്. അശോകന് 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു അച്ഛൻ്റെ മരണം. അതോടെ കുടുംബഭാരം മുഴുവൻ അശോകനിലായി. പഠിക്കാൻ മിടുക്കനായിരുന്നിട്ടും കുടുംബത്തിലെ ബുദ്ധിമുട്ട് കാരണം പ്രീ ഡിഗ്രി വരെ മാത്രമേ പഠിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നീട് ഒരു ബന്ധുവിൻ്റെ സഹായത്തോടെ ഗൾഫിലേക്ക് പോയി. പിന്നീടുള്ള അവൻ്റെ ജീവിതം അവിടെയായിരുന്നു. അവിടെ നിന്നും സമ്പാദിച്ചതായിരുന്നു ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. വളരെ നല്ല സ്വഭാവം, ശാന്തനുമാണ്. അശോകൻ്റെയും വന്ദനയുടെയും മകനാണ് 2.5 വയസ്സുള്ള അപ്പു എന്ന ആദി. ഇനി ആ തറവാട്ടിൽ നമ്മൾ പരിചയപ്പെടേണ്ടതായ മറ്റൊരാൾ കൂടിയുണ്ട്. ആ തറവാട്ടിലെ ഒരംഗമല്ല ഇവർ. എങ്കിൽ പോലും എല്ലാവരും അവിടെ
കുടുംബത്തെ ഒരംഗത്തെ പോലെ തന്നെ കാണുകയും അല്പമെങ്കിലും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ വീട്ടിലുള്ളവർക്കൊപ്പം നിന്ന് എന്തിനും തൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാതന്ത്ര്യത്തോട് പറയുകയും പലപ്പോഴും അവരുടെ ശകാരങ്ങൾക്ക് മുന്നിൽ നിശബ്ദരായി നിന്നുപോകുകയും ചെമ്പകശ്ശേരി തറവാട്ടിലെ ഒരു പ്രധാന റോൾ കൈകാര്യം ചെയ്യുന്നതുമായ ഒരാൾ, അതായിരുന്നു അടുക്കളക്കാരി നാണിയമ്മ. ഏതാണ്ട് 65-നോടടുത്ത് പ്രായമുള്ള വെളുത്തു മെലിഞ്ഞ ഒരാൾ. അവരെ കാണാൻ തന്നെ നല്ല ഐശ്വര്യമായിരുന്നു. ആ ഗ്രാമത്തിൽ തന്നെയാണ് നാണിയമ്മയും താമസിക്കുന്നത്. 22 വർഷമായി നാണിയമ്മ ഇവിടെ ജോലിക്ക് വന്നിട്ട്. ചെയ്യുന്ന ജോലിയോട് 100% നീതി പുലർത്തുന്ന ഒരു സ്ത്രീ. ചെമ്പകശ്ശേരി തറവാട് തൻ്റെ സ്വന്തം വീടുപോലെ തന്നെ കണ്ട് വളരെയധികം വൃത്തിയോടും ചിട്ടയോടും കൂടി നോക്കി നടത്തുന്ന നാണിയമ്മയെ ചെമ്പകശ്ശേരിയിലെ എല്ലാവർക്കും അത്ര കണ്ട് ഇഷ്ടമായിരുന്നു. എന്നാൽ നാണിയമ്മ ചെമ്പകശ്ശേരിയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നതും സ്നേഹിച്ചിരുന്നതും ജയകൃഷ്ണനെയായിരുന്നു. ഇക്കാര്യം ചെമ്പകശ്ശേരിയിലെ എല്ലാവർക്കും അറിവുള്ള കാര്യവുമായിരുന്നു. എന്നാൽ അതിൻ്റെ പേരിൽ അവിടെയുള്ളവർ ആരും തന്നെ നാണിയമ്മയോട് യാതൊരുവിധ വിരോധവും സ്നേഹക്കുറവും കാണിച്ചിരുന്നില്ല. നാണിയമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹമറിയുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ നാണിയമ്മയോടുള്ള അവൻ്റെ ഇഷ്ടവും സ്നേഹവും ഒരമ്മയ്ക്കു തുല്യമായിരുന്നു. അതിരാവിലെ ചെമ്പകശ്ശേരിയിൽ എത്താറുള്ള നാണിയമ്മ വൈകിട്ട് 4 മണിയോടെയാണ് അവിടെ നിന്നും തിരിച്ചു പോകുന്നത്. നാണിയമ്മയെ കൂടാതെ അകമ്പണിക്കും പുറംപണിക്കുമായി പിന്നെയും മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു ചെമ്പകശ്ശേരിയിൽ.